ഇല്ലടാ, ഞാൻ തീരുമാനിച്ചു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അച്ഛനും അമ്മയാ? അച്ഛനും അമ്മയ്ക്ക് എന്റെ ഇഷ്ടമാണ് ഏറ്റവും വലുത്. ഞാൻ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാകും. ആ ശരി, ഞാൻ വിളിക്കാം നിന്നെ. ഓക്കെ. ഇതെന്റെ ഫ്രണ്ട് അശ്വിൻ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം ഞാൻ ഇത് അച്ഛനോട് പറയും, എന്നിട്ട് ഞാൻ അപ്പുവിനോട് പറയും. പക്ഷെ കാര്യം അറിഞ്ഞിട്ട് ഞാൻ സമ്മതിക്കൂല, പറ്റില്ല എന്നൊന്നും പറയരുത്. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയോ, അതുകൊണ്ടാണ് കേട്ടോ. സമ്മതിക്കൂല എന്ന് പറയേ. എന്തോ ഉണ്ട്. ശരിക്കും ചപ്പാത്തിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അറിയുമോ? ഈ മാവ് മിക്സിംഗിലാണ്. നന്നായിട്ട് കുഴച്ച് ഉരുട്ടി പരത്തി കഴിഞ്ഞോണ്ടല്ലോ സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. പുതിയൊരു നീ ഇതെന്തോന്ന് കാണിക്കണ്? കളിക്കണ ചപ്പാത്തി പരത്തണ്? ഇതെന്ത് ഷേപ്പ് ഇത്? നേരെ റൗണ്ടിൽ ഉണ്ടാക്ക്. റൗണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എന്തോ ഇവിടെ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അവള് ശ്രീലങ്കയുടെ മാപ്പ് ഉണ്ടാക്കും. ശ്രീലങ്കയുടെ എന്തുകൊണ്ടീ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ചപ്പാത്തിക്ക്? ഞാൻ സർക്കിൾ കറക്റ്റ് കുറച്ച് ടൈം പിടിക്കും. ഞങ്ങൾ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണേ. അത് എന്റെ പൊന്നമ്മ നോക്ക്, ഈ നടുക്കെന്ന് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സൈഡ് ഈക്വൽ ആയിരിക്കും. നീ ഉദ്ദേശം എന്താണെന്ന് നീ മലയാളത്തിൽ പറഞ്ഞതാ? എന്ന് വെച്ചാൽ സർക്കിൾ ആയിരിക്കണം. സർക്കിൾ ആയിരിക്കണം അല്ലേ? അതിനാണ് ആ സാധനം എടുത്ത് ചുവരുത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഞാൻ കണ്ണെടുത്തോണ്ട് ചെയ്യണതല്ലേ? കണ്ണെടുത്ത് ചെയ്യാൻ ദൂരം അത് സർക്കസാ? ആ സർക്കസ് ആണ്. ഞാൻ എന്നും ചെയ്യുന്നതാ ഈ സർക്കസ് ഒക്കെ. ഇത് അരിഞ്ഞൊക്കെ എത്ര നേരം മുമ്പ് പറഞ്ഞതാ? ആരും ചെയ്തില്ലല്ലോ. അതെ, നിന്നെ പോലെ സ്പീഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് ഓരോ പണിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, എന്റെ കാര്യം സ്പീഡ് നടക്കാനാണ് നിങ്ങളുടെ സഹായം ചോദിക്കണം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തന്നാലേ നടക്കുള്ളൂ. മനസ്സിലായാ മക്കളെ? ഒന്ന് സ്പീഡപ്പ് ഇല്ലെങ്കിൽ ഇന്ന് അത് മതി. എനിക്ക് ഇത്ര പറ്റും. ഇവിടെ നോക്ക്, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എന്റെ ഒരു ടെക്നിക്ക് ഉണ്ട് ചപ്പാത്തി സ്മൂത്ത് ആവാൻ. അത് ഞാൻ കുഴച്ചപ്പോഴേ മനസ്സിലായല്ലോ സ്മൂത്ത് ആയിരിക്കും ചപ്പാത്തി. അമ്മ നോക്കിയോ, അമ്മ നോക്ക്, നോക്ക്. മാവൊക്കെ വേസ്റ്റ് ചെയ്യാതെ. ചപ്പാത്തി എടുത്ത് എന്റെ മുഖത്ത് എറിഞ്ഞത്. അത് നിങ്ങൾ എന്തൊരു തമ്മിൽ തമ്മിൽ ചൂണ്ടിക്കളിയാ? അല്ല മാമ, ചപ്പാത്തി ഉണ്ടാക്കിണ്ട്. ഇപ്പൊ അവളിങ്ങനെ ഇട്ടപ്പോ അറിയാതെ വീണാണ് മാമ. ചപ്പാത്തി ഉണ്ടായി എട്ട പറഞ്ഞില്ല കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കായിരുന്നു. നിങ്ങൾ ഇതിന്റെ ചപ്പാത്തി ചേച്ചിന്റെ എറിഞ്ഞു കളിക്കുന്നതാ. അബദ്ധം പറ്റിപ്പോയി മാമ, പോട്ട് പറ്റിപ്പോയി. നോക്കി കണ്ടൊക്കെ ചെയ്യണ്ടേ? എന്റെ നേതൃത്വമൊക്കെ ആയി. ഇതൊക്കെ ചെറിയ തമാശയല്ലേ മാമ? ഏയ്, നീ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് ഇരി. നീ ഇവിടെ നടക്കുന്ന കാര്യം വല്ലതും അറിയണുണ്ടാ? എന്തോന്നു മാമ? എന്ത് കാര്യം? എന്തോന്നാ എടാ, പ്രായമായ പൊമ്പിളര് വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലേ തണ്ടമാരെ നെഞ്ചില് തീയാണ് തീ. അത് നിനക്ക് വല്ലതും അറിയാമോ? അറിഞ്ഞൂടാ. അച്ഛൻ അറിഞ്ഞൂടത്. അച്ഛാ, കെട്ടിക്കാറായ 2 പെമ്പിളരുള്ള വീടാണ്. അറിയോ? വലിയൊരു സംസാരിക്കുന്ന ഇടയ്ക്കാർ സംസാരിക്കരുത്. നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അറിയ പാടി കളിയിൽ കറക്റ്റ് പോയിന്റ് ആണ് മാമ പറഞ്ഞത്. ഇറങ്ങി പോടി, ഇറങ്ങി പോവാൻ. അങ്ങനെയല്ലേ മാമ പറ, എന്ത് കാര്യം? റിഞ്ചു എന്ന് വല്ലതും പറഞ്ഞ? റിങ്കിയൊന്നും പറഞ്ഞില്ല, പക്ഷെ അവൾ എന്തോ പറയണ്ടെന്ന് പറഞ്ഞു. അവൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോ, പേഴ്സണൽ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ തിരക്കിലായിട്ട് ഞാൻ കേൾക്കാൻ നിന്നില്ല മാമ. രവി, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. റിങ്കിക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ട്. എന്തോന്ന്? നീ ഇതിലേക്ക് പോയില്ലേ? ഞാനും കൂടെ കേക്കട്ടെ. സംസാരിക്കുന്ന എന്റെ ഇടയിൽ കയറി നിൽക്കും. മാമ ചുറ്റിക്കളിയാ എന്തോന്നു? എന്ന് വെച്ച് അവക്ക് ഒരു പ്രേമം ഉണ്ടെന്ന്? ഒരിക്കലും ഇല്ല.
റിങ്കിയെ സംബന്ധിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. കാര്യം തരുമോ, അവളുടെ മനസ്സിൽ എങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവൾ ആദ്യം ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയും. അവളുടെ സ്വഭാവം അതാണ്. എന്താ പൊന്നെ, എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് സംസാരിക്കുന്ന, എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അങ്ങനെ കേട്ടോ? ഇല്ലെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിച്ചു തരുമോ? വല്ലോ കൂട്ടുകാരത്തെല്ലാം ചുമ്മാ പറഞ്ഞായിരിക്കും. ഇല്ലടേ, ഒറ്റയ്ക്ക് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട്. അല്ല മണി, അങ്ങനെയാണെങ്കിലേ നമുക്ക് ചോദിച്ചിട്ട് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാലോ? കല്യാണപ്രായം ആയില്ലേ? അത് ശരിയാണ്. എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗതിയില്ല വരഗതിയില്ലാത്ത വല്ലവനും വന്ന് വീട്ടിൽ കയറിയ അതൊന്നും സമ്മതിച്ചു കൊടുക്കൂല. പള്ളി പോയി പറഞ്ഞാൽ തന്നല്ലേ. എനിക്കൊരു കാര്യം ചെയ്യാം, അവളെ വിളിച്ചിപ്പോ തന്നെ ചോദിക്കാം. അത് വേണോ? അല്ലാതെ അറിയണ്ട്. അല്ല, അവളിങ്ങോട്ട് സംസാരിക്കാൻ വരണമെങ്കിലേ നമ്മളങ്ങോട്ട് സംസാരിക്കാതിരുന്നാളി. നമ്മൾ അറിഞ്ഞ പൊട്ട കാണിക്കല്ലേ. അതെങ്ങനെ? അവളെ പറ്റി ഇങ്ങോട്ട് പറയിപ്പിക്കരുത്. എന്നാൽ നമ്മളത് കേട്ട് സമ്മതിക്കേണ്ടി വരും. മനസ്സിലായി. അവൾ ഈ കാര്യം പറയാൻ വരുമ്പോഴാണ് പറയാൻ സമ്മതിക്കരുത്. സമ്മതിക്കരുത്, നമ്മൾ സമ്മതിക്കരുത്. ബ്ലോക്ക് ചെയ്യണം. അയ്യോ, ദേഹത്തൊന്ന് പിടിക്കുന്ന എന്താണ് എന്തോന്ന് വെച്ചത്? അല്ല, നമ്മൾ അങ്ങനെയല്ല ചെയ്യണ്ടേ. അവളെ മനസ്സിൽ ആരാണോ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നീ പോയി കണ്ടുപിടി. അല്ല, ഞാൻ മാത്രം പോയാ അങ്ങനെ? ഞാൻ മാത്രം പോയാ അങ്ങനെ? എന്താണ് ഇവ വളർത്തി മച്ചേക്കണം? അവൾ എന്തോന്നോ കൊനിഷ്ഠ ബുദ്ധിയും കൊണ്ട് വന്നതാണ്. അതെ, അവള് ഒളിച്ചെന്ന് കേൾക്കുകയായിരുന്നു. അതാണ് സംഭവം. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും മാമ അതുപോലെ തന്നെ പ്രവർത്തിക്കും. അത് മാത്രം രവി. ശരി. മണി, റിങ്കിയെ സംബന്ധിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ മാമൻ തറപ്പിച്ച് പറയുമ്പോഴേ, ഇത്രയും പ്രായമുള്ള മാമൻ എത്ര പെണ്ണുങ്ങളെ ആണുങ്ങളെയും കണ്ടതാണ്. ഇതുപോലത്തെ ചുറ്റുകളെയൊക്കെ കണ്ട മാമന് മനസ്സിലാവും. ഞാൻ ആലോചിക്കുന്നതല്ല, ഈ പിങ്കി ആണെങ്കിൽ അല്ലറ കള്ളത്തരങ്ങളും ഒളിച്ചുവെപ്പൊക്കെ ഉണ്ട്. പക്ഷെ റിങ്കി അങ്ങനെ എല്ലാ കാര്യവും നമ്മുടെ അടുത്തൊന്ന് പറയില്ലേ. പിന്നെ അവള് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. ബ്ലോക്ക് ചെയ്തോണം. മോളെ, മകളെ, ജിമ്മിലൊക്കെ പോയാ? എന്തുണ്ട്? ജിമ്മിലൊക്കെ പോയി. പിന്നെ എനിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ജിമ്മിൽ എന്തൊക്കെയുണ്ട്? ഫ്രണ്ട്സ് ഒക്കെ വന്നു? എല്ലാരും വന്ന്. അതെ അമ്മ, എനിക്കൊരു കാര്യം പറയാം. ഒരു കാര്യം ഞാൻ മറന്നുപോയി രവിയേട്ടാ. നമ്മള് തുണിയൊക്കെ വെള്ളത്തിട്ട് വെച്ചതല്ലേ പിള്ളേരുടെ? മോളുടെയാ? നീ ഇങ്ങനെ തുണിയൊന്നും അധികം നേരം വെള്ളത്തിട്ട് വെക്കല്ലേ, അതിന്റെ കളർ പോകും, ചിലപ്പോ കരമ്പിന് മേടിക്കും. അത് മോളുടെ പുതിയ ഉടുപ്പുകളാണ്, വില കൂടി ഉടുപ്പുകൾ. ഞാൻ പോയിട്ട് പെട്ടെന്ന് പോയി തുണി മുക്കി വെച്ചത്. അത് പിന്നെ മുക്കി വെക്കാം. എനിക്കിപ്പോ ഒരു കാര്യം പറയാനുണ്ട്. രവിയുടെ കൂടെ വന്ന് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വെയിറ്റ് എടുത്തോടെ മകളെ, ചെന്ന് തുണിയൊക്കെ എടുത്ത് വിരിച്ചിട്ടിട്ട് വരാം. അതല്ല അച്ഛാ, അത് പിന്നെ ആവാലോ. ഇതിപ്പൊ കേള് ഞാൻ പറയാം. എനിക്ക് മനസ്സിലായി. നോക്ക്, ഇനിയും പുതിയ ഉടുപ്പ് വേണം, വാങ്ങിച്ചു തരും. അതൊക്കെ പിന്നെ വേറെ ഡ്രസ് വേണമെന്നില്ലേ? പിന്നെ വാങ്ങിച്ചു കൊടുത്താൽ ഇപ്പൊ വേണ്ടെന്ന്. തിരക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിങ്കിക്ക് വാങ്ങിച്ചു കൊടുക്കില്ലെന്നില്ലേ? വാങ്ങിച്ചു കൊടുക്കൂല മോളെ, വാങ്ങിച്ചു കൊടുക്കൂല. മോക്കെ വാങ്ങിച്ചു തരും. കഷ്ടം ഇത്. കാര്യം പറയാനും സമ്മതിക്കില്ലല്ലോ. ഓ, ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ പോയി ചെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഇനിയിപ്പോ വഴക്കുറയും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫ്രീ ആയതിനു ശേഷം പോയി പറയാം, അതായിരിക്കും ബെറ്റർ. ഓ ഭഗവാനെ, സമ്മതിക്കണേ. കാലിയെ മേച്ചു നടക്കുമ്പോ കാലച്ചയില്ലാതെ വന്നപ്പോ പാവമേ ഗോപിക പെണ്ണിൻ പറസിന്നും കാണാതെ ആരാലും എങ്ങാനോ കണ്ടാലോ കള്ളൻ കൂട്ടുമോയാജാലം. ചേച്ചി, നീ ആരെ പറ്റി എത്ര വർണ്ണിച്ച് പാടിയേ? ആരെ പറ്റിയാലും നിനക്കെന്ത്? അല്ല, ചുമ്മാ അറിഞ്ഞിരിക്കാം. ഇപ്പൊ അറിഞ്ഞിരിക്കണ്ട. കാമുകനെ പറ്റിയാണെന്ന് തോന്നുന്നു. എന്ത് ചേച്ചി, നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചി? എനിക്കൊന്നും പറയാനില്ല നിന്റെ അടുത്ത്. അയ്യ, അങ്ങനെ പറഞ്ഞോടാ, എന്തെങ്കിലും പറ. ഉണ്ട്. ഉണ്ടാ? നിന്റെ അടുത്തല്ല, എന്റെ അച്ഛനോട്. എടി, അച്ഛൻ്റെ അടുത്ത് പറയുമ്പോ എന്റെ അടുത്ത് പറയടി, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യടി പറയാൻ. ഓ, അങ്ങനെയാണോ? പക്ഷേ എനിക്ക് ഒരു ഇടനിലക്കാരിയുടെ ആവശ്യമില്ല. അങ്ങനെ പറയാതെ. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അച്ഛനോട് നേരിട്ട് പറഞ്ഞോളാം, കേട്ടോ? ഓക്കെ? എന്റെ അടുത്ത് പറ.
ആവശ്യമില്ല, മാറി നിൽക്കാം. ഉണ്ണിയപ്പോ പറഞ്ഞാൽ ഇനി എന്തെങ്കിലും സത്യം ഉണ്ടോ? അവളാ പോക്കത്ര ശരിയല്ലേ? അവള് വീണ്ടും സംസാരിക്കാൻ വന്നാ മാമ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോണ്ടല്ല വലിയ കാര്യം പറയാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വാ തുറക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ ഉടനെ വേറെ കാര്യമൊക്കെ പറഞ്ഞ് നൈസായിട്ട് അത് ബ്ലോക്ക് ചെയ്ത്. അല്ലേ മണി? അതെ, അവൾ ഈ സൈഡിൽ കൂടെ വരും, നമ്മൾ അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യും. അവൾ ഇപ്പുറത്തൂടെ വരും, നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യും. ഞങ്ങൾ ഓടിക്കളഞ്ഞു ഇവിടുന്ന്. ഞങ്ങൾ സമ്മതിച്ചില്ല പറയാൻ. എന്താണ് ഇവിടെ ചർച്ച? ഞങ്ങളിങ്ങനെ ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞ ആഗോള താപനത്തിനെ പറ്റിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ രവിയേട്ടാ? അത്രേ ഉള്ളല്ലേ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കുണ്ടൊരു കാര്യം പറയാൻ. എനിക്കുണ്ട്. മണി, നമ്മുടെ രാംകുമാർ സാറല്ലേ, രാംകുമാർ സാറിന്റെ കുഞ്ഞമ്മയുടെ മോളുടെ മോള് പഠിക്കാനൊക്കെ നല്ല കുട്ടി, കാണാനും സുന്ദരിയാണ്. ഈ അടുത്ത കാലത്ത് ഏതോ ഈ സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ട ഒരു പയ്യനുണ്ടല്ലോ, അവനുമായിട്ട് മെനിങ്ങാതെ ഇറങ്ങിപ്പോയി. പോയാ പൊന്നെ പോറ്റിന്ന് പറഞ്ഞ് വളർത്തുന്ന പിള്ളേരെ ഏതെങ്കിലും ഒരു ഇളിച്ച് കാണിക്കുമ്പോ അങ്ങ് പുറകെ വാല് കെട്ടിക്കൊണ്ട് പോവല്ലോ. അച്ഛനമ്മമാർ എന്തോ നീ പിന്നല്ലേ, ഇതൊക്കെ തെറ്റല്ലേ മോളെ? എന്ത് തെറ്റ്? ലോക മണ്ടത്തനാണ് ആ കൊച്ചു ചെയ്യുന്നത്. സപ്പോസ് എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ അത് അച്ഛനോട് വന്ന് പറയും. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? നടത്തി തരുമോ ഇല്ലേ? നടത്തി തരുമല്ലോ. ആ, അപ്പൊ ആണെങ്കിലോ നടത്തി തരൂലേ? അതാണ്. അമ്മയാണെങ്കിലോ നടത്തും. ആ, അങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഇറങ്ങി ഓടിയിരിക്കും. അപ്പൊ അവള് ചെയ്ത ലോക മണ്ടത്തന്നെ. ആ, അതൊക്കെ പോട്ട്. ഞാനൊരു കാര്യം പറയാനാ വന്നത്. പക്ഷെ നിങ്ങളുടെ മൂടൊന്നും ശരിയല്ല. ഈ സമയത്ത് ഞാൻ ഇത് പറയുന്നതും ശരിയല്ല. അപ്പൊ ഞാൻ പിന്നെ പറയാം. അത് നന്നായി. ഞാൻ പോണു. ഇത് തന്നെ രവിയേട്ട, എനിക്ക് ഇത്രയും നേരം സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറപ്പിച്ചു. അത് അവൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? പിന്നെ അല്ലാതെ ഇവിടെ വല്ലവരെയും വിളിച്ചോണ്ട് വീട്ടിനകത്ത് വരികയാണെങ്കിൽ രണ്ടെണ്ണത്തിനെ അടിച്ചിറക്കും ഞാൻ. നിങ്ങൾ നിർത്തുന്നുണ്ടാ? ഞാൻ ഇപ്പൊ ആലോചിക്കണ അതൊന്നുമല്ല. എന്റെ മണി, ഇതുവല്ല അമ്മ വല്ല അറിയണം. അമ്മ അറിഞ്ഞ എന്തോന്ന്? എവിടെങ്കിലും പോയിരുന്ന് കരയും. എന്റെ അച്ഛനും മണിക്കുട്ടൻ ചേട്ടനും അറിഞ്ഞുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു ലോഡ് ശവ ഈ മുറ്റത്ത് വീഴും. ഒന്ന് നിർത്തോ? കുടുംബത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയ പെണ്ണിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേ. ഭഗവാനെ, ഈ കുടുംബം എങ്ങനെയുള്ളതായി പോയല്ലേ. അല്ലേലും മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? എന്നാലും മാമ അങ്ങനെ പറഞ്ഞ എന്താണ്? എന്ത് മണി? മണി, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇന്ന് വരെ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്കറിഞ്ഞൂടാ. സത്യമായിട്ട് നിന്നാണ്, നമ്മുടെ മക്കളാണ് തന്നെ. മാമ, സത്യമായിട്ടും മാമ. ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഫോൺ ഇവളുടെ ലോക്ക് എന്താ? R P ലോക്കായി. ഒന്നുമില്ല, അതൊന്നും കഷ്ടം. ഇതാളെപ്പോ മേടിച്ച? ഓഹോ, എന്താ നാക്കടയിൽ? വന്നവള് തീരെ പഠിപ്പേ വന്നേക്കാം.
ഒന്നുമില്ലേ? ഇതാരെ? ഓഹോ, ഇന്ന് സെപ്റ്റംബർ 28. ആദ്യമായി അവൻ എന്റെ മനസ്സിൽ കയറിക്കൂടിയ ദിവസം. ഐശ്ശേ. എന്താടി എന്താടി ഇന്ന് വേർക്കുന്ന? എന്തൊരു ചൂടടി ഇവിടെ. ഫാൻ എണ്ണ മറന്നു. എന്താ നീ ഒളിപ്പിക്കുന്നേ? ഭയങ്കര മുതുക് വേദന. അയ്യോ നടുവയ്യേ. അയ്യോ എന്തോ കള്ളത്തിനുണ്ടല്ലോ. എന്താടി നടുവയ്യടി. അയ്യോ വയറാനിക്കണേ. അയ്യോ പോ. അയ്യോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്കേ നമുക്ക് നേരിട്ട് വെച്ച് കാര്യം ചോദിച്ചാലോ? എനിക്ക് ലൈസൻസ് കിട്ടുമല്ലായി പോകും. ശരിയാണ്, ഇപ്പൊ അവളത് ചോദിക്കണ്ട. പക്ഷെ പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇതൊന്നും വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ സംശയിച്ച കറക്റ്റാണ്. അവക്കൊരു കാമുകനുണ്ട്. എങ്ങനെ മനസ്സിലായി? തെളിവ്. എന്തോ തെളിവാ? അയ്യോ നോക്ക് 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 നോക്ക്. മുഖം കണ്ടൂടാ. ഇപ്പൊ എന്തിനാ ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കണേ? ഇങ്ങനെയാണ്. ഇത് കളിപ്പന്നെ കാന്താരിയാണെന്ന് തോന്നുന്നു. അത് കരിപ്പ് വഴി കാന്താരി. ഓ കാന്താരി നമ്മുടെ റിങ്കി. ഓ മക്കളെ, തലയിൽ എന്തൊരു ഹെൽമെറ്റ് വെച്ചേക്കണം. ഓ അവര് ഫുൾ ടൈം ഇങ്ങനെ ഹെൽമെറ്റ് വെച്ചോണ്ടാണ് നടക്കണേ. ഇവര് ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോ വരെ ഹെൽമെറ്റ് വെക്കും. ഇവരെ മുഖം ആരും ഇതുവരെ കണ്ടിട്ടില്ല. അതല്ല, ഇവള് മുഖം കാണാതെ എങ്ങനെ പ്രാമിച്ച്? അതെനിക്ക് അറിഞ്ഞൂടാ. ഈ ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിലേ മോൻ കാണായിരുന്നു. മോൻ കണ്ടിട്ട് എന്തോന്ന് കെട്ടിച്ചൂടാ മോളെ? കെട്ടിച്ചൂടാല്ല, എന്നാലും ആളെ പറ്റി അറിയായിരുന്നല്ലോ. അറിഞ്ഞിട്ട് എന്തോന്ന് അപ്പൊ അറിയണ്ടേ? ഓ നില്ല 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 മിണ്ടായി അങ്ങോട്ട്. വേറൊരു സാധനം കൂടെ വായിക്കട്ടെ. അതെന്തര്? അതുകൊണ്ട് അത് കേള്. ഇന്ന് സെപ്റ്റംബർ 28. ആദ്യമായി അവൻ എന്റെ മനസ്സിൽ കയറി കൂടിയ ദിവസം. എന്താണ് അവന് മാത്രം ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇവൻ എന്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞുപോയി. ഉറപ്പായും അവനില്ലാതെ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാനിതെന്റെ അച്ഛനോട് പറയും. വീട്ടുകാരുടെ സമ്മതത്തോടെ ഇവനെ ഞാൻ സ്വന്തമാക്കും. ഇത്തിരി തെളിവുകൾ നമുക്ക് കിട്ടിയല്ലേ, ഇനി അവളെ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് അതുകൊള്ളൂലല്ലേ. അവളെ വിളി. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഞാൻ വല്ലതൊക്കെ വിളിച്ചോടെ. മണി നീ വിളി. ഞാൻ വിളിക്കാം. റിങ്കി ഇങ്ങോട്ട് വാ. ഓ സ്ലോ മോഷൻ കാണിക്കണു. എന്താ എന്തുവാടിത്? നിനക്കിത് എങ്ങനെ ചെയ്യാൻ സാധിച്ചു? നീ എന്നെ പറ്റി ആലോചിച്ചോ? ഇല്ലല്ലോ. വേണ്ട. പുലിനട വീട്ടിലെ അപ്പൂപ്പനെ പറ്റി ചിന്തിച്ചോ? ഇല്ലല്ലോ. വേണ്ട. മാമനെ പറ്റി ചിന്തിച്ചോ? അതും ഇല്ല. അതേനെ, നീ അച്ഛനെ പറ്റി ഓർത്തോടി. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചിന്നുവിനെ പറ്റി ഓർത്താ. ഇവളും ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാനും മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? എനിക്കൊരു ഇഷ്ടം തോന്നി, അത് പറയാൻ വേണ്ടിയിട്ടാണ് രാവിലെ തൊട്ടേ ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നത്. കുളിക്കാൻ നേരത്ത് ഹെൽമെറ്റ് പോലും ഊരാത്തവനാണ് എനിക്ക് പ്രാപിക്കാൻ തോന്നിയത്. എന്തോന്ന് റിങ്കി ഈ വൃത്തിയായിട്ടൊക്കെ നിനക്ക് കിട്ടുമല്ലോ റിങ്കി? അയ്യോ, ആക്ച്വലി എനിക്ക് ഇതിനെയല്ല ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇനി വേറെയും കഥാപാത്രങ്ങളുണ്ടല്ലേ? ആർക്ക് വേണോടി? അച്ഛാ മക്കളെ, തലയിൽ വെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കുന്നു പറഞ്ഞല്ലേടി നിന്നെ ഞങ്ങൾ വളർത്തിയത്. നീ ഞങ്ങളോട് ഇത് ചെയ്യണമായിരുന്നാ? അയ്യോ, എല്ലാരും കൂടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എവിടെ എനിക്ക് ഇഷ്ടം തോന്നിയത് ഈ ചെക്കനോടല്ല, പിന്നെ ഇതൊരു മോഡലാണ്. ഈ ചെക്കന്റെ അടുത്ത് നിൽക്കുന്ന ബൈക്കിനെ കണ്ടോ? ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയൂലേ, എനിക്ക് ഈ ബൈക്കിനോടാണ് ഇഷ്ടം തോന്നിയത്, അല്ലാതെ ഈ പയ്യനോടല്ല. ബൈക്കിനോട്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെയൊന്നും പോണ കുട്ടിയല്ല എന്ന്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ അവൾക്ക് പ്രാമൊന്നും കാണൂല. ഓ ഞാൻ അവിടെ നിൽക്കില്ലേ, ഞാൻ പോണം. മണി മക്കളെ,
ഇവരെല്ലാരും പലതും നിന്നെ പറ്റി പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ല. അമ്മയ്ക്ക് സത്യമായിട്ട് നിന്നെ നല്ല വിശ്വാസമായിരുന്നു. നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇവളുണ്ടല്ലോ, ഇവളാണ് ഇതിന് എല്ലാത്തിനും കാരണം. ഇവൾ എന്തെന്നറിയോ, നീ ബൈക്കിനെ പറ്റി എഴുതി വെച്ചിരുന്നില്ലേ, അതെല്ലാം ഏതോ ചെറുക്കനെ പറ്റി എഴുതി വെച്ചതാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. സത്യം. അപ്പൊ ഇതിന്റെ ഒക്കെ പുറകെ നീ ആയിരുന്നല്ലേ? നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ടടി. നീ മിണ്ടരുത്. പോ. അച്ഛാ മക്കളെ, അച്ഛാ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരൂ. ഇത് അച്ഛൻ വാങ്ങിച്ചു തരാം. സീരിയസ്ലി വാങ്ങിച്ചു തരൂ? വാങ്ങിച്ചു തരാം. എപ്പോ വാങ്ങിച്ചു തരും? അത് അച്ഛൻ വിഷുവിന് വാങ്ങിച്ചു തരാം. പിന്നെ മണി, ഞാൻ രാംകുമാർ സാറിനെ ഒന്ന് വിളിക്കട്ടെ, വെറുതെ ടെൻഷൻ അടിച്ചു. വിഷുവിന് വാങ്ങിച്ചു തരുമല്ലേ? അച്ഛൻ ഏത് വിഷുവിനെന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാ വർഷവും വിഷു വരും, ഓണം വരും. എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. അമ്മ നീ നോക്കിയിരുന്നപ്പോ കിട്ടും. നീയേ കൂടുതലിടന്ന് അങ്ങ് ചിരിക്കണ്ട. നീയാണ് ഇതിനൊക്കെ പിന്നിലല്ലേ? നിനക്കുള്ള 8ന്റെ പണി ഞാൻ വച്ചിട്ടുണ്ടടി. നീ കണ്ടോ? കാണാം. കോണം കോണോടി കോണം.